2000 കിലോമീറ്റർ നമ്മുടെ ഹാരിയർ EV എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ടയറിനെ കുറിച്ചാണ്. മറ്റുള്ള വണ്ടികളെ പോലെയല്ല, ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ടയറാണ്. അതുകൊണ്ട് തന്നെ ഹൈവേ കൂടെ പോകുമ്പോഴും കല്ലും മുള്ളൊക്കെ കൊള്ളുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്ക് വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അത് ഒരു വലിയ കൺസേൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 10,000-15,000 കിലോമീറ്റർ ഓടുമെന്ന് വരെ അത് കാണുമ്പോൾ നമുക്ക് സംശയം വരും. രണ്ടാമത്തെ കാര്യം, ചിലർക്ക് ഇഷ്ടപ്പെടുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും ഇതിൻ്റെ പവർ. 250ഓളം BHP വരുന്ന ഈ ഒരു എഞ്ചിൻ ബാറ്ററി വണ്ടി, കറണ്ട് വണ്ടി ലീനിയർ പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് B6 പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പ്രകൃതമല്ല. നോർമലായിട്ട് ഓക്കെ മുതലാളി പോവാം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് ഷൂ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സെറ്റപ്പിലാണ് ഹാരിയർ EVയുടെ പവർ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ടയർ ലൈഫിനെ നല്ലപോലെ ഭയങ്കര ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റിവേഴ്സിൻ്റെ സിസ്റ്റത്തെ പറ്റിയാണ്. അത്യാവശ്യം നല്ല നെഗറ്റീവ് പറയാനുള്ള സാധനമാണ്. ഇത് ഭയങ്കര പവറുള്ള വണ്ടിയാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ആക്സിലേറ്റർ റിവേഴ്സിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിലല്ലാതെ വണ്ടി ചാടിപ്പോകുന്നൊരു പ്രകൃതം എനിക്ക് ഇതുവരെ ഓടിച്ചിൽ നിന്ന് മനസ്സിലായി. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റം കയറാനോ പവറിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ 2-3 വട്ടം ഇരിക്കാൻ വേണ്ടി പോയി, ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ അതൊരു വലിയ കൺസേൺ ആണ്. അത് ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് കയ്യിൽ വഴങ്ങി എത്തണം.